ചോദ്യം പലത് ഉത്തരം ഒന്ന് എന്ന ആ ഒരു ഭാഗത്തു നിന്നും നമ്മൾ ഇന്ന് ചെമ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. താമ്രം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ലോഹമേത്? താമ്രം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ലോഹം ചെമ്പാണ്. ലാറ്റിൻ ഭാഷയിൽ കുപ്രം എന്നറിയപ്പെടുന്ന ലോഹമേതാണ്? ലാറ്റിൻ ഭാഷയിൽ കുപ്രം എന്നറിയപ്പെടുന്നതും ചെമ്പാണ്. ബെൽ മെറ്റലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ള ലോഹം എന്ന് പറയുന്നത് ചെമ്പാണ്. പ്രകൃതിദത്ത ആൻറ്റി ബാക്ടീരിയൽ ലോഹമാണ് ചെമ്പ്. പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെടുന്ന ലോഹവും ഏതാണ്? ചെമ്പാണ്. വിഗ്രഹ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അതും ചെമ്പാണ്. അപ്പോൾ താമ്രം എന്ന സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ലോഹം ചെമ്പാണ്. ലാറ്റിൻ ഭാഷയിൽ കുപ്രം എന്നറിയപ്പെടുന്ന ലോഹം ചെമ്പാണ്. ബെൽ മെറ്റലിൽ ഏറ്റവും കൂടുതൽ ഉള്ള ലോഹം ഏതാണ്? ചെമ്പാണ്. പ്രകൃതിദത്ത ആൻറ്റി ബാക്ടീരിയൽ ലോഹമാണ് ചെമ്പ്. പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹവും ഏതാണ്? ചെമ്പാണ്. വിഗ്രഹ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹവും ചെമ്പാണ്. നമുക്ക് ചെമ്പിൻ്റെ പ്രത്യേകതകൾ, ചെമ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കാം. താമ്രം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ലോഹം ചെമ്പാണ്. ലാറ്റിൻ ഭാഷയിൽ ഇത് കുപ്രം എന്നാണ് അറിയപ്പെടുന്നത്. പ്രാചീന ഭാരതത്തിൽ ഇത് അയസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിഗ്രഹങ്ങൾ നിർമ്മിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അതുപോലെ ബെൽ മെറ്റലിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്, പ്രകൃതിദത്ത ആൻറ്റി ബാക്ടീരിയൽ ലോഹം, ഇതെല്ലാം ചെമ്പാണ്. ഇതിൻ്റെ എല്ലാ ഉത്തരം ചെമ്പാണ്. അപ്പോൾ ചെമ്പുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്.